ഇന്നിപ്പോൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെയും ആശങ്കപ്പെടുത്തുന്നതാണ്. വിമതര് ഹരിയാനയിലെ പഞ്ച്കുലയിലേക്ക് പോയിരിക്കുന്നു. അതേസമയം തന്നെ ആ, ബജറ്റ് പാസ്സാക്കിയിരിക്കുന്നത് ഒരാളുടെ ഭൂരിപക്ഷം ഇല്ലാത്ത സർക്കാരാണ്. അതെ. 15 ബി ജെ പിക്കാരെ പുറത്താക്കിക്കൊണ്ട് ഒരാളുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരാളുടെ ആ, ഭൂരിപക്ഷത്തിന് ഒരാളുടെ ഭൂരിപക്ഷം കുറഞ്ഞ ഒരു മന്ത്രിസഭയാണ് ഇപ്പോൾ ബജറ്റ്. അത് എങ്ങനെയാ അങ്ങനെ 15 പേരെ ബാക്കിയുള്ളവർ വാക്കൗട്ട് ചെയ്തു. സസ്പെൻഡ് ചെയ്തു. ആ, 15 പേര് suspend ചെയ്തു. MLA-മാരെ സസ്പെൻഡ് ചെയ്തു. ബാക്കി 10 പേര് വാക്കൗട്ട് ചെയ്തു. അപ്പോൾ സ്വാഭാവികമായി കാരണം ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അവിടെ ഡിവിഷൻ ആവശ്യപ്പെടുകയാണ്. ഡിവിഷൻ ആവശ്യപ്പെടുമ്പോൾ ഇവരെ പുറത്താക്കിയിട്ടാണ് ഡിവിഷൻ എടുക്കുന്നത്. ഡിവിഷൻ എടുക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അത് ഭൂരിപക്ഷം ഉണ്ടാവും എന്ന് പറയുമ്പോൾ ഇവർ വാക്കൗട്ട് ചെയ്യുമല്ലോ. അതാരാ പഠിപ്പിച്ചു കൊടുത്തത്? നരേന്ദ്രമോദിയാണ് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടും ഒന്നിതിനെയൊക്കെ ചാണക്യതന്ത്രം എന്നാണ് മാധ്യമങ്ങൾ വിലയിരുത്തുന്നത്. അത് തന്നെ യഥാർത്ഥത്തിൽ ഇത്തരം കാര്യങ്ങൾ വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടാം. സാധാരണഗതിയിൽ ഇങ്ങനെ ഈ ചാക്കിട്ട് പിടിക്കുന്ന ഒരു പാർട്ടിയൊക്കെ നമ്മൾ എത്ര അവമതിപ്പോടു കൂടിയാണല്ലേ മുൻകാലങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത്. ഇപ്പം നമുക്ക് ഇതൊക്കെ എന്തോ ചാണക്യതന്ത്രം എന്നും ഇതൊക്കെ ബി ജെ പിയുടെ ഒരു വലിയ വലിയ തന്ത്രത്തിൽ സംഭവിക്കുന്നത് എന്നും ഒക്കെയാണ്. എന്താണ് സംഭവിക്കുന്നത്? വെറും പണത്തിൻ്റെ ചാക്കുകൾ ഇങ്ങനെ വരികയാണ്. ഇപ്പോൾ നമ്മളിപ്പോൾ സമീപകാലത്താണ് സുപ്രീം കോടതിയിൽ നിന്ന് ഈ ഇലക്ട്രൽ ബോണ്ടുകളുടെ വിധിന്യായം വന്നിട്ടുള്ളത്. അതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കുന്നതാണ് 6400 കോടി രൂപയാണ് ബി ജെ പിക്ക്. ഈ സുപ്രീം കോടതി ഈ ഇലക്ട്രൽ ബോണ്ടിൽ തീരുമാനം എടുക്കാതെ വെച്ചത് കൊണ്ട് മാത്രം ബി ജെ പിയുടെ പോക്കറ്റിൽ വീണത് 6400 കോടി രൂപയാണ്. 6400 കോടി രൂപ നമ്മൾ ഒരു ബാങ്കിൽ ഫിക്സഡ് ഡെപ്പോസിറ്റായി ഇട്ടാൽ അതിന് കിട്ടുന്ന പലിശ മാത്രം മതി ഇത്തരത്തിലുള്ള MLA-മാരെയും MP-മാരെയും വാങ്ങാൻ. ഈ എന്താ കറുത്ത പത്രം ഇറക്കിയല്ലോ കോൺഗ്രസ് തന്നെ പറയുന്നത് 411 MLA-മാരെ ബി ജെ പി ചാക്കിൽ കയറ്റി എന്നുള്ളതാണ്. അത് കഴിഞ്ഞതിന് ശേഷം ഒരു വലിയ ഒഴുക്ക് തന്നെ ബി ജെ പിയിലേക്ക് ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ തന്നെ ഇന്ന് തന്നെ സംഭവിച്ചിട്ടുള്ളത് ബീഹാറിൽ 2 കോൺഗ്രസ് MLA-മാർ ചാടിക്കഴിഞ്ഞിരിക്കുന്നു. മഹാരാഷ്ട്രയിൽ അസമിൽ വളരെ പ്രധാനപ്പെട്ട നേതാക്കൾ ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഇതിലൊന്നും യാതൊരു ഉളുപ്പുമില്ല എന്നുള്ളതാണ്. ഒരു വേലി പുറത്ത് നിൽക്കുന്ന ആളുകളായി കോൺഗ്രസ്സുകാർ മാറുന്നു എന്നുള്ളതാണ്. കോൺഗ്രസ് അക്കാര്യത്തിൽ മറ്റ് പാർട്ടികളെ കുറ്റം പറയുന്നത് എന്തിനാണ്? കോൺഗ്രസ് തന്നെ അക്കാര്യത്തിൽ ആത്മപരിശോധന നടത്തേണ്ട ആവശ്യകതയുണ്ട്. പിന്നെ ഈ പറഞ്ഞ വീർഭദ്ര സിംഗിൻ്റെ ഭാര്യ പ്രതിഭ, ഞാൻ മനസ്സിലാക്കിയത് അവർ വീർഭദ്ര സിംഗ് 8 തവണ മുഖ്യമന്ത്രി ആയിട്ടുണ്ട്. പോട്ടെ, ഇനി 6 ആണെങ്കിൽ തന്നെയും വാദത്തിന് വേണ്ടി 6 ആണെങ്കിൽ തന്നെയും നമുക്ക് അധികാരം തിന്ന് ജീവിക്കുന്നവർക്കേ അത് വേണ്ടെന്ന് വെക്കാൻ പറ്റുന്നില്ല. ഈ പറയുന്ന സുഖ്വീന്ദർ സിംഗ് സുഖു എന്ന് പറയുന്ന ആളൊരു സാധാരണക്കാരനായ മനുഷ്യൻ, ഒരു ലോറി ഡ്രൈവറുടെ മകൻ. ആ ആള് 1.5 കൊല്ലം മുഖ്യമന്ത്രി ആകുമ്പോൾ തന്നെ ആ അകത്തുനിന്നൊരു തിളപ്പ് വരികയാണ്. വീർഭദ്ര സിംഗിൻ്റെ മകനും ഭാര്യയും ഒക്കെ ചേർന്നിട്ട് അവർക്കൊന്നും കിട്ടിയ സ്ഥാനങ്ങൾ പോരാ, മന്ത്രിസ്ഥാനം പോരാ, PCC പ്രസിഡന്റ് സ്ഥാനം പോരാ, അവർക്ക് മുഖ്യമന്ത്രിയായിട്ട് ഉടനെ വരണം. അതിനവരൊരു പ്രതിമയുടെ കേസ് പറയാണ്. ഇമാതിരി അധികാരത്തിൻ്റെ ആർത്തി കാണിക്കുന്ന MLA-മാരുണ്ടാവുമ്പോൾ പിന്നെ എന്തിനാണ് നിങ്ങൾ BJP കുറ്റം പറയുന്നത്? Meet the editors.